പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. കുറച്ച് നാളുകളായിട്ട് നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൈസാണ്. തീർത്തും ഒരു ചെറിയ സൈസാണ്, 32 ഇഞ്ച് വണ്ണം. അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് തുടർന്നൊന്ന് പഠിക്കാൻ വേണ്ടി ഒരു ചെറിയ സൈസിൻ്റെ അളവുകൾ എങ്ങനെയാണ് ഒന്ന് പറഞ്ഞു തരാമെന്ന് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൈക്കുഴിയുടെ അളവൊക്കെ എങ്ങനെയാണ്, അപ്പം തയ്യൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് എപ്പോഴും എളുപ്പ വഴിയിലുള്ള ഒരു സൈസ് ചെയ്തു തരണം. അത് ഞങ്ങൾക്ക് 32 ഇഞ്ച് വണ്ണമുള്ളവർക്ക് ഇടുകയും ചെയ്യാം. കൂടാതെ തന്നെ നമുക്ക് തയ്ച്ച് പഠിക്കുന്നവർക്ക് വേണ്ടി ഒരു സൈസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് 32ഉം 28 ഇഞ്ച് ഇടവണ്ണവും വരുന്ന ഒരു ചെറിയ ബ്ലൗസ്. അപ്പോൾ പഠിക്കുന്നവർക്കുമാണ്, ചെറുതെന്ന് പറയാൻ കഴിയില്ല. ഈ 32 ഇഞ്ച് വണ്ണമുള്ളവർക്ക് സുഖമായിട്ട് ഇടുകയും ചെയ്യാം. 13 ഇഞ്ചാണ് ഇതിൻ്റെ ഇറക്കം നമുക്ക് പൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗത്തിലേക്ക് നമുക്ക് പോകാം. എപ്പോഴും നമ്മൾ മാർക്ക് ചെയ്യുന്ന പോലെ 1/2 ഇഞ്ച് ലെങ്ത് മാർക്ക് ചെയ്തു, 13 ഇഞ്ച് കൊടുത്തു. കൂടുതലും ഇത് ചോദിച്ചിരിക്കുന്ന പറഞ്ഞാൽ ബി.എഡിനൊക്കെ ചേരുന്ന പിള്ളേരുണ്ട്. അപ്പോൾ അവർക്ക് സ്വന്തമായിട്ട് ചെറിയ തയ്യലൊക്കെ അറിയാവുന്നവരുമുണ്ട്. അവരാണെന്ന് തോന്നുന്നു കൂടുതൽ ഈ ഒരു സൈസ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 5 പ്രാവശ്യം മേളിൽ എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്. 32 ഇഞ്ച് വണ്ണവും 28 ഇഞ്ച് ഇടവണ്ണമുള്ളൊരു ബ്ലൗസ് വെട്ടി കാണിക്കാവുമെന്ന് പല പ്രാവശ്യമായിട്ട് ചോദിക്കുന്നു. അപ്പോൾ അവരുടെ ചോദ്യത്തെ മാനിച്ചുകൊണ്ട് നമുക്കൊന്ന് പഠിക്കാൻ വേണ്ടി നമ്മളിത് റെഡിയാക്കുന്നു. അപ്പം നമുക്കതിലേക്ക് പോകാം. ഞാൻ 13 ഇഞ്ച് ലെങ്ത് കൊടുത്തു, 1/2 ഇഞ്ച് കയ്യിൽത്തുമ്പ് കൊടുത്തു, മേളിൽ ഷോൾഡറിൻ്റെ അവിടെ 1/2 ഇഞ്ച് കൊടുത്തു. അപ്പം നമ്മൾ സാധാരണ ഇതിൻ്റെ 6ൽ 1 ഷോൾഡർ കൊടുക്കുന്നത്. അപ്പോൾ ചെറിയൊരു സൈസാണ്. 6ൽ 1 നിന്നും ഒരു 4 ഇഞ്ചും കൂടെ നമ്മൾ കുറച്ച് മൊത്തം 10.5 ഇഞ്ച് ഷോൾഡർ മതി. അപ്പോൾ 5.25 നമുക്ക് മാർക്ക് ചെയ്യാം. 5.25 മാർക്ക് ചെയ്തു. 4 ഇഞ്ച് കൂട്ടി 5.5 നമ്മൾ കൈക്കുഴി മാർക്ക് ചെയ്യുന്നു. 2.25 നെക്ക് വഴി 7 ഇഞ്ച് തീർന്ന് കിട്ടണം. അപ്പോൾ 1/2 ഇഞ്ച് തള്ളി 6.25, 2.25. അപ്പം തീർത്തും ഒരു ചെറിയ സൈസാണ്. അപ്പോൾ ആ സൈസിലുള്ള ഒരു സാരി ബ്ലൗസിൻ്റെ മാർക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഭാഗം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഷോൾഡറിൻ്റെ നമ്മുടെ മാർക്കും കൊടുത്തു. ഇത്രയും ഭാഗം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. കൈക്കുഴിയൊക്കെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ നല്ല റൗണ്ടിൽ തന്നെ ഇത് വരച്ച് കൊടുക്കുന്നു. ചെറിയൊരളവാണ്. ഇനി 32ൻ്റെ കൂടെ നമ്മൾ 4ഉം കൂടെ ചേർക്കുന്നു. ലൂസ് ഇവിടെ ബോഡി വണ്ണം കൊടുക്കാം. 32 + 4, അപ്പോൾ എത്രയായി? 36. 36ൻ്റെ 4-1 9 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുന്നു. 28ൻ്റെ 4-1 7 ഇഞ്ച് ഇവിടെയും മാർക്ക് ചെയ്യുന്നു. ഈ ചെറിയ അളവായതുകൊണ്ട് നമുക്ക് ബാക്ക് ടാട്ട് വേണ്ട. നന്നായിട്ട് ക്രോസ് വരയ്ക്കുന്നു. ബി.എഡിനൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അവർക്ക് വെറുതെ തയ്യൽ കൂലി വെളിയിൽ കളയേണ്ട കാര്യമില്ല. അല്പമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ബി.എഡിനും TTCക്കൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക്, കൊച്ചു പിള്ളേരൊക്കെ കാണും, അവർക്ക് വെട്ടി തയ്ക്കാവുന്ന, വീട്ടിലിരുന്നൊക്കെ തയ്ക്കാവുന്ന ഒരളവാണ്. ഇനി നമുക്ക് നേരെ ഇതിൻ്റെ കൈക്കുഴിയുടെ അളവ് നോക്കണം. ബോഡി വണ്ണത്തിൻ്റെ 4-1 1 ഇഞ്ച് കുറച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ 8ആണ്. 7 ഇഞ്ച് നമുക്ക് എന്തായാലും കിട്ടണം. നോക്കാം, കൂടുതലാണ് നമുക്ക് കുറയ്ക്കണം. കൃത്യം 7 ഇഞ്ച് വന്നിട്ടുണ്ട്. മുകൾ ഭാഗത്ത് നിന്ന് നമുക്കൊന്ന് അളന്ന് നോക്കാം. ഒരു 4 ഇഞ്ച് വ്യത്യാസം 7.25 നിൽക്കുന്നു. നമുക്ക് നോക്കാം. തയ്യൽ തുമ്പും കൂടെ പോയി കഴിയുമ്പം കൃത്യമായി തന്നെ നമുക്ക് 7 ഇഞ്ച് പൂർണ്ണമായിട്ടും 14 ഇഞ്ച് ഇത് കിട്ടണം. അപ്പം ബാക്കിനൊക്കെ നല്ല റൗണ്ടിൽ തന്നെ ഇടുക. ഇഞ്ച് തയ്യൽ തുമ്പ് ഇവിടെ നമ്മൾ തള്ളുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കിയാണ് 13 ഇഞ്ച് ഇറക്കവും 32 ഇഞ്ച് ചെസ്റ്റ് വണ്ണവും വേസ്റ്റ് 28 ഇടവണ്ണം 28 ഉള്ള ഒരു സാരി ബ്ലൗസിൻ്റെ ബാക്ക് പീസാണിത്. ഇനി നമുക്ക് സ്ട്രെയിറ്റ് കട്ടിങ് ഫ്രണ്ട് കട്ടിങ്ങിലേക്ക് പോകാം. വളരെയധികം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 2 കണക്കുകളാണ് ആദ്യം പറയുന്നത്. ഇവിടെ നിന്നും 1.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യണം. 1.5 ഇഞ്ച് മാർക്ക് ചെയ്തു. 3 ഇഞ്ച് ഈ ഭാഗത്ത് മാർക്ക് ചെയ്യണം. 3 ഇഞ്ച് മാർക്ക് ചെയ്യുന്ന ഈ ലൈനിൽ നിന്നും 3 ഇഞ്ച് മാർക്ക്.
ഇത്രയും മാർക്ക്, 1/4 ഇഞ്ച് ഇടും. ഇത്രയും കഴിഞ്ഞിട്ട് നമ്മൾ സ്ട്രെയിറ്റ് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാവുന്ന രീതിയിൽ തന്നെ നമുക്ക് വരച്ച് കാണിക്കാം. ഈസി ആയിട്ട് നിങ്ങൾക്ക് വെട്ടാവുന്നത്. 1/4 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു. ഈ 1.5 ഇഞ്ച് ഇവിടെ നമ്മൾ വരച്ചു. ഈ 1.5 ഇഞ്ച് 3 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തല്ലോ. മാർക്ക് ചെയ്തിട്ട് ബാക്ക് പീസിൻ്റെ തുമ്പിൽ നിന്ന് ഇത്രയും വരച്ചു. ഇത്രയും വരച്ചപ്പം തന്നെ ഈ ഒരു ഫ്രണ്ട് പാർട്ടിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ തീർന്നു. 5.5 ഇഞ്ചാണ് ഫ്രണ്ടിലേക്ക് തീർന്ന് കിട്ടുന്നത്. മേളിൽ നമ്മൾ 1/2 ഇഞ്ച് തൂക്കുമ്പോൾ അല്ലെങ്കിൽ 5.25 ഒരു മാർക്ക് കൊടുക്കുന്നു. മാർക്ക് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ 2.25 ഇഞ്ചാണ് ബാക്ക് നെക്കിന് വൈഡ് കൊടുത്തത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ 2.5 ഇഞ്ച് നമുക്കുണ്ടോ എന്ന് പ്രത്യേകം നിങ്ങൾ നോക്കണം. ഈ ഭാഗത്ത് കേട്ടോ, ഇതുകൊണ്ട് ഈ ഭാഗം മാർക്ക് ചെയ്യുന്ന ഇവിടെ നിന്ന് 2.5 ഇഞ്ച് നമുക്ക് ഈ വിട്ടുന്നതാണ്. ഇല്ലെങ്കിൽ ഫ്രണ്ട് നെക്ക് വെട്ടുമ്പോൾ യൂനെക്ക് കൃത്യമായിട്ട് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് ഫ്രണ്ട് നെക്ക് സ്ക്വയർ വരയ്ക്കാം. സ്ക്വയർ വരച്ചിട്ട് നന്നായിട്ട് റൗണ്ടിൽ തന്നെ ഫ്രണ്ട് നെക്കിൽ വെക്കണം. ഇത്രയും റൗണ്ടിൽ തന്നെ വരും. 4 ഇഞ്ച് നമ്മുടെ ബെൽറ്റ് പീസ് രണ്ടിടത്ത് മാർക്ക് ചെയ്യണം. ഇങ്ങനെ മാർക്ക് ചെയ്യണം. എന്നിട്ട് നമ്മൾ വളരെ ഈസി ആയിട്ട് തന്നെ ഫ്രണ്ട് പീസ് കൃത്യമായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വെട്ടിയെടുക്കണം. 1/4 ഇഞ്ച് തള്ളി വെട്ടി നന്നായിട്ട് യൂനെക്ക് വെട്ടി ഇതുപോലെ തന്നെ കൈക്കുഴി ഇതേ സെയിം അളവിൽ വെട്ടുക. അതിനുശേഷം നമുക്ക് ഫ്രണ്ട് കുഴിച്ച് വെട്ടാം. ഇനി നമ്മൾ ഇത് കറക്റ്റ് ചെയ്യണം. ഇതിങ്ങനെ കറക്റ്റ് ചെയ്യണം. ഇതിൻ്റെ ബാക്ക് പാർട്ട് നമുക്ക് എടുത്തു മാറ്റി നമ്മൾ അടിവശത്തു നിന്നും 4 ഇഞ്ചാണ് ബെൽറ്റിന് കൊടുത്തത്. നിങ്ങൾ ബുക്കിൽ ഇതിൻ്റെ കൂടെ ഒപ്പം തന്നെ ഒന്ന് എഴുതി ഇങ്ങോട്ട് പോകുക. 4 ഇഞ്ച് ഇങ്ങനെ വര വരച്ചു. ഇനി ചെയ്യേണ്ടത് എന്തെന്ന് പറഞ്ഞാൽ 9 ഇഞ്ച് തീർന്ന് നമുക്ക് മെയിൻ ഡാട്ടിൻ്റെ വിത്ത് കിട്ടണം. 9 ഇഞ്ച്. അപ്പോൾ മെയിൻ ഡാട്ടിൻ്റെ വിത്ത് നമ്മൾ 9 മാർക്ക് ചെയ്യും. അതാണ് ഇവിടുന്ന് 1/2 ഇഞ്ച് മാറ്റി. ഇനി ഈ സൈഡിൽ നിന്ന് നെക്കിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ ഒന്നുകൂടെ ഞാൻ കാണിക്കാം. ഈ നെക്കിൻ്റെ ഈ സൈഡിൽ നിന്ന് 1/2 ഇഞ്ച് നമ്മൾ മാറ്റി ഒരു മാർക്ക് കൊടുത്തിട്ട് ആ മാർക്കിൽ നിന്നും ഇങ്ങനെ ടേപ്പ് വെക്കണം. ഇങ്ങനെ ടേപ്പ് 1/2 ഇഞ്ച് ഡാട്ട് വെച്ചിട്ട് 9 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യണം. ഇതാണ് നമ്മുടെ മെയിൻ ഡാട്ടിൻ്റെ അളവ്. എന്നിട്ട് ഈ ഡാട്ടിൽ നിന്നും നേരെ ഒരു വര ഇനി ബെൽറ്റ് പീസിൻ്റെ ഫുള്ള് വരെ കൊടുക്കണം. കൊടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി 3/4 ഇഞ്ച് ഈ ഭാഗത്ത് താഴേക്ക് വരുന്നൊരു മാർക്ക് കൊടുത്തിട്ട് ഇങ്ങനെ വെട്ടിയെടുക്കണം. ഇതാണ് നമ്മുടെ ബെൽറ്റ് പീസിൻ്റെ അളവ്. നമുക്ക് ബെൽറ്റ് പീസ് ക്ലിയർ ചെയ്യാം. അതിനാദ്യം ചെയ്യേണ്ടത് 1/2 ഇഞ്ച് ഇവിടെ തുമ്പ് കൊടുക്കണം. 28ൻ്റെ 4/1 7 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യണം. 7ഉം തയ്യൽ തുമ്പ് 1/4. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇതാ ഇങ്ങനെ ഇവിടെ നന്നായിട്ട് ക്രോസിൽ വരയ്ക്കണം. ക്രോസിൽ വരച്ച് ബെൽറ്റ് പീസ് നമുക്ക് ക്ലിയർ ചെയ്യാം. ഇങ്ങനെ. എന്നിട്ട് ബെൽറ്റ് പീസിൻ്റെ ഇവിടെ ഒരു 1/4 ഭാഗം ഇവിടെ നമ്മൾ എടുത്തു വിടണം. ഇതാ ഈ ഒരു ഭാഗത്ത് 1/4 ഭാഗം നമ്മൾ എടുത്തു വിടുക. ഇങ്ങനെ ഇതുണ്ട് ഇവിടെ ഈ ഭാഗത്ത് നിങ്ങൾ എടുത്തു വിടുക. സമയം കുറവാണ്, വണ്ടി പോകുന്നതിൻ്റെ സൗണ്ടൊക്കെ വരുന്നുണ്ടെന്ന് എനിക്കറിയാം. എങ്കിലും ഈ ഒരു ഭാഗത്ത് നമ്മൾ ഒരു 4 ഇഞ്ച് ഈ വരയ്ക്ക് ഇപ്പുറം നിൽക്കുന്ന പോലെ എടുത്തു വിടണം. 22ൻ്റെ 4/1 7 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു. നല്ല ക്രോസ് വരച്ചു. ബെൽറ്റ് പീസ് നമുക്ക് ഓക്കെ ആയി. ഇനി നമുക്ക് ഫ്രണ്ട് പീസിലേക്കാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം പോകുന്നത്. അപ്പോൾ ഫ്രണ്ട് പീസ് നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യേണ്ടത് 1.5 3 ഇഞ്ച് കൊടുത്തു ഡാട്ടിൻ്റെ വിത്ത്.
ഇങ്ങനെ മാർക്ക് ചെയ്യും. 3 ഇഞ്ച് ഡാട്ടിന് മാർക്ക് ചെയ്തു. 3/4 ഇഞ്ച് ഈ ഭാഗത്തിൻ്റെ ഇങ്ങനെ എടുത്ത് വരും. ഇവിടുന്ന് 3/4 ഇഞ്ച്, അതായത് ഇവിടുന്ന് ഒരു 3/4 ഇഞ്ച് ഇവിടം വരെ, ഇവിടുന്ന് തുടങ്ങി ഒരു 3/4 ഇഞ്ച് ഇവിടെയും തീരണം. എന്താ ഇങ്ങനെ എടുത്തു, ഇവിടുന്ന് ഇങ്ങനെ ഇടും. അപ്പം നമുക്ക് എത്രയായി? ഫ്രണ്ട് പീസിൻ്റെ സെൻട്രൽ ഡാട്ട് നമുക്ക്. ഇനി നമുക്ക് വേണ്ടത് സൈഡിൽ നിന്നുള്ള ഫ്രണ്ടിൽ നിന്നുള്ള ഈ ഡാട്ട് 1 ഇഞ്ച് താത്ത് 3/4 ഇഞ്ച് ഇവിടെ വരുന്നത് നമുക്ക് ഫ്രണ്ട് പീസ് കുഴിച്ച് വെട്ടണം. ഇങ്ങനെ ഫ്രണ്ട് പീസ് നമ്മൾ കുഴിച്ച് വെട്ടാൻ പോവുകയാണ്. ഇതുണ്ട്, ഇങ്ങനെ തന്നെ കത്രി എടുക്കാതെ ഫ്രണ്ട് പീസ് കുഴിച്ച് വെട്ടണം. ഇത്രയും ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇവിടുന്ന് 1.25 ഇഞ്ച് മാറി നിൽക്കുന്നത് പോലെ ഒരു കൈക്കുഴി ഡാട്ട് വെട്ടും. ഇപ്പം നമുക്ക് 3 ഡാട്ടുമായി. ഇനി പ്രധാനമായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ബാക്ക് പീസും ഫ്രണ്ട് പീസും വെച്ച് നമുക്ക് ഇതിൻ്റെ സൈഡൊന്ന് വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കണം. ഇങ്ങനെ ഫ്രണ്ട് പീസ് വെച്ചു, കൈക്കുഴിയോടൊപ്പം വെച്ചിട്ട് ഡാട്ടും ഇങ്ങനെ പിടിച്ചിട്ട്, ഡാട്ട് ഇങ്ങനെ പിടിക്കുക, പിടിച്ചിട്ട് ബെൽറ്റ് പീസും കൂടെ നമ്മൾ ഇതെങ്ങനെ വേണം വെച്ചിട്ട് ഇങ്ങനെ തിരിച്ചിട്ട് സൈഡൊന്ന് ചെക്ക് ചെയ്യണം. എപ്പോൾ നിങ്ങൾ സാരി ബ്ലൗസ് വെട്ടിയാലും ഈ സൈഡ് ചെക്ക് ചെയ്ത് നോക്കണം. ഇറക്കം നമുക്ക് സൈഡ് കിട്ടുന്നുണ്ടോ, വ്യത്യാസമുണ്ടോ. യാദൃച്ഛികമായിട്ട് എന്തെങ്കിലും വന്നാൽ നമുക്ക് 1/2 ഇഞ്ചും കൂടെ ബെൽറ്റിന് വീതി കൂട്ടി അത് പരിഗണിക്കാവുന്നതേ ഉള്ളൂ. ഇനി എന്നാ ചെയ്യുക, നമ്മൾ ഫ്രണ്ട് പീസിൻ്റെ ഈ ഒരു ഭാഗത്ത് ഒരു 1/4 ഇഞ്ച് ചെറുതായിട്ട് എടുത്ത് വിടുന്നു, നെക്കിന് ടൈറ്റ് കിട്ടാൻ. 1/4 ഇഞ്ച് കൂടുതൽ എടുത്തെങ്കിൽ ഈ യൂനക്ക് വീനക്കായി പോകും. അപ്പോൾ ഫ്രണ്ടും ബാഗും നമുക്ക് ഓക്കെ. ഇനി നമുക്ക് കൈ നീളം, കൈ വെട്ടണം. കൈ വെട്ടുന്ന രീതിയിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ കൈക്കുഴിയുടെ അളവും കൂടെ ഞാൻ ഒന്നും കൂടെ പറഞ്ഞു തരാം. നമുക്ക് കൈ വെട്ടുന്ന ഇതിലേക്ക് പോകാം. കൈ പീസ് മടക്കിയിട്ട് ഞാൻ ഒരു കൈയാണ് വെട്ടി കാണിക്കുന്നത്. ഇങ്ങനെ ആദ്യമേ 1/2 ഇഞ്ച് മാർക്ക് ചെയ്യണം. തീർച്ചയായിട്ടും ഈ തയ്യൽ തുമ്പും കൂടെ മാർക്ക് ചെയ്തേ ഉള്ളൂ നിങ്ങൾ വെട്ടാവുള്ളൂ. എത്ര തിരക്കാണേലും ഇത്രയും ശ്രദ്ധിക്കണം. ഇതുകൊണ്ട് 8 ഇഞ്ച് കൈ നീളം ഇങ്ങനെ മാർക്ക്. 1.25 ഇഞ്ച് ഹെമ്മിങ്ങിന് മാർക്ക് ചെയ്യും. 11 ഇഞ്ച് കൈ ലൂസ് ഇവിടെ മാർക്ക് ചെയ്യും. എന്നിട്ട് 3.5 ഇഞ്ച് ഇവിടെ നിന്ന് ഇറക്കണം. ഇറക്കി നേരെ ഒരു വര കൊടുത്തിട്ട് 7 ഇഞ്ച് നമുക്ക് തീർന്ന് കിട്ടുന്നുണ്ടോ എന്ന് കൈക്കുഴിയുടെ കാര്യം നോക്കണം. എന്നിട്ട് ഇങ്ങനൊരു മാർക്ക് ആദ്യമേ കൊടുക്കണം. ഇവിടെ ഇങ്ങനെയും കൊടുക്കണം. 1.25 ഇഞ്ച് നമ്മൾ ഈ ഭാഗത്തും തള്ളണം. ഇങ്ങനെ തള്ളി ഇവിടെയും തള്ളി 1.25 ഇഞ്ച് ഇങ്ങനെ തള്ളണം. എന്നിട്ട് ബാക്ക് പീസ് എടുത്ത് നമ്മൾ കൈക്കുഴി കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യണം. അത് എങ്ങനെ ചെക്ക് ചെയ്യുന്നേ? അത് നമ്മൾ ഇങ്ങനെ എടുത്തു, ഒരു 1/2 ഇഞ്ച് തുമ്പിതായി ഈ ഭാഗത്ത് കൊടുക്കണം, ഷോൾഡറിൻ്റെ. എന്നിട്ട് കൈ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ പിടിച്ചു നോക്കണം. എത്രത്തോളം കൃത്യമായിട്ടാണ് കൈക്കുഴി വന്നിരിക്കുന്നതെന്ന് നിങ്ങൾ നോക്കണം. ഞാനിടുന്ന ഒരു വീഡിയോ പോലും ഞാൻ എഡിറ്റ് ചെയ്യാറില്ല. കാരണം ലൈവായിട്ട് തന്നെ വെട്ടി കാണിച്ചാണ് ചെയ്യുന്നത്. ഒരു കാരണവശാലും അത് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് മനസ്സിലാകണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇത് വെട്ടുന്നത്. കണ്ടോ, ഇങ്ങനെ ചെക്ക് ചെയ്തതിന് ശേഷമേ ഉള്ളൂ കൈ നമ്മൾ കട്ട് ചെയ്യാവുള്ളൂ. ഇപ്പോൾ എത്ര അറിയാവുന്നവരാണെങ്കിലും ആര് വെട്ടിയാലും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ തുണി നഷ്ടപ്പെടാതെ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് സെറ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം കട്ട് ചെയ്യും. അതെ, ഇത് നിങ്ങൾക്ക് പ്രത്യേകം തിരിച്ചറിയേണ്ട ഒരു കാര്യം, കൈയുടെ കൈക്കുഴി എങ്ങനെയാണ് വെട്ടുന്നത് എന്നാണ്. അതിനെനിക്ക് ഞാൻ എളുപ്പവഴി പറഞ്ഞു തരാം. 1 ഇഞ്ച് ഇവിടെ കൊടുക്കും, 1.5 ഇഞ്ച് ഇവിടെയും കൊടുക്കും. ഒരിക്കൽ കൂടി പറഞ്ഞു തരാം. 1 ഇഞ്ച് ഈ മാർക്കിൽ നിന്ന് കൊടുത്തു, 1.5 ഇഞ്ചിൻ്റെ സെൻറ്ററിൽ നിന്നും കൊടുത്തു. അതിനുശേഷം ഈ സെൻറ്റർ തമ്മിൽ ഇങ്ങനെ പിടിക്കുക.
5 5ൻ്റെ സെൻറ്റർ 2.25. ഈ 1 ഇഞ്ച് ഇവിടെ നിന്നും 2.25 നിന്നും കുറയുന്ന പോലെ 3/4 ഇഞ്ച് ഇവിടെ കുറയുന്ന പോലെ കൈക്കുഴി കുറിച്ച് വെട്ടണം. ഇങ്ങനെ തന്നെ. കൈക്കുഴി നമ്മൾ കറക്റ്റായിട്ട് കുഴിച്ച് കൊടുക്കുക. ഇപ്പോൾ കൈക്കുഴിയും ഓക്കെ ആയി. ഫ്രണ്ടിന് നമ്മൾ ഇവിടെ ഒരു മാർക്ക് കൂടെ കൊടുക്കും, മാറിപ്പോകാം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി 32 ഇഞ്ച് വണ്ണവും 28 ഇഞ്ച് ഇടവണ്ണവുമുള്ള സാരി ബ്ലൗസിൻ്റെ ഏകദേശം സൈസ് ബേസിലുള്ള ഒരു കട്ടിങ് നിങ്ങൾക്കിപ്പം പൂർണ്ണമായിട്ടും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബാക്ക് പീസ് വെച്ചു, ഫ്രണ്ട് പീസ് വെച്ചു, ബെൽറ്റ് പീസ് വെച്ചു, കൈയും വെട്ടി. നിങ്ങൾക്ക് ഇതിൽ നിന്നുള്ള എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾ കമൻ്റായിട്ട് ചോദിച്ചാൽ മതി, ഞാനത് പറഞ്ഞു തരാം. അതുപോലെ തന്നെ ഓരോന്ന് ചെയ്യുമ്പോഴും വളരെയധികം ആലോചിച്ചും ചിന്തിച്ചും ഈ പറഞ്ഞിരിക്കുന്ന വീഡിയോ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് കണ്ടാലും കുഴപ്പമില്ല, മനസ്സിലാക്കി തന്നെ ചെയ്യണം. പ്രത്യേകിച്ച് തുടക്കം കുറിക്കുന്നവർ, അതുപോലെ തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു BEdനും TTCക്കൊക്കെ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞ് സ്വന്തമായിട്ട് ബ്ലൗസ് തയ്ക്കുന്ന പലരുമുണ്ട്. അപ്പോൾ അവർക്ക് പ്രോഗ്രാമിനും ഒക്കെ ഈ തയ്യക്കൂലിയൊന്നും കയ്യിൽ നിന്ന് എടുത്ത് കൊടുത്ത് ചെയ്യേണ്ട കാര്യമില്ല. സാരിയും സാരി വിത്തൊക്കെ കിട്ടുമ്പോൾ സ്വയമേ അവർ വെട്ടി ഈ വീഡിയോ നോക്കി തയ്ക്കുവാണെങ്കിൽ പെട്ടെന്ന് അവർക്ക് തയ്ച്ചെടുക്കാം. അതുപോലെ തന്നെ തയ്യൽ പഠിക്കുകയും ചെയ്യാം, മറ്റുള്ളവർക്ക് തയ്ച്ച് കൊടുക്കുകയും ചെയ്യാം. ഇതിപ്പോൾ ഇത്രയും ഉപകാരപ്രദമായ വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം. തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻ്റ് ഇടണം. നിങ്ങളുടെ കമൻറ്റും ഷെയറും ഒക്കെയാണ് നമ്മുടെ ചാനലിൻ്റെ ഏറ്റവും വലിയ വിജയം. സ്റ്റിച്ചിങ്ങിനെ സംബന്ധിച്ചും കട്ടിങ്ങിനെ സംബന്ധിച്ചും എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ ചോദിക്കുക. സമയം കിട്ടുന്ന പോലെ നിങ്ങൾക്ക് അതിന് മറുപടി ഇട്ടുതരാം. എല്ലാവർക്കും ഈശ്വരൻ്റെ അനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും റംസാൻ്റെ എല്ലാവിധ ആശംസകളും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നേർന്നുകൊണ്ടും ഇന്നത്തെ ക്ലാസ് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.